Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിനെ വീണ്ടും സജീവമാക്കുകയാണ്. CPM-ന് വലിയ തിരിച്ചടിയാണ് കേസിലുണ്ടായത്. പാർട്ടി നേതാക്കളായ കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് കോടതി റദ്ദാക്കിയത്. ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവെച്ചു. അത് CPM-ന് ആശ്വാസവുമായി. നിയമപോരാട്ടം തുടരുമെന്ന് കെ രമ വ്യക്തമാക്കി. കേസിന്റെ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് ഇന്ന് ആരോപിക്കുന്നു. അന്വേഷണം പി മോഹനിലേക്ക് എത്താതെ നിലച്ചെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നും KM ഷാജിയും ആരോപിച്ചു. മീറ്റ് എഡിറ്റേഴ്സ് ആദ്യം പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ചോദ്യം ഇതാണ്: വടകരയിൽ ദോഷം ചെയ്യും. സുജയ പാർവതി, വടകര വീണ്ടും ടി.പിയുടെ വധം ചർച്ചയാക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഇതെല്ലാം ഏറ്റെടുക്കുന്നു. ഇന്ന് CPM-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ആരോപണങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിധി എങ്ങനെയാണ് വടകരയെ ബാധിക്കുക? വടകരയിൽ കെ മുരളീധരൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വടകര എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് പോലെ സുരക്ഷിതമാക്കി നിലനിർത്താൻ കെ മുരളീധരന് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് 2024 വടകരയിലെ രണ്ടാം ഊഴത്തിന് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും കെ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നു എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരൻ വീണ്ടും എത്തുന്നത്. ഇവിടെ ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ പ്രധാന വോട്ട് വിഷയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഷയമായിരുന്നു, ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അല്ലെങ്കിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ, അവർ വാടക കൊലയാളികളാണ്, കരാറെടുത്തവരാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാചകമുണ്ട്: പിണറായി വിജയനാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന്. സമാനമായ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ കളം നിറയുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വോട്ട് വിഷയമായി വരാൻ പോകുന്നത് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. 26-ാം തീയതിയാണ് കേസിലെ ശിക്ഷ ഉയർത്തുന്നതിൽ ഹൈക്കോടതി വാദം കേൾക്കാൻ പോകുന്നത്. ആ ശിക്ഷ ഉയർത്തൽ ഗൂഢാലോചന കുറ്റം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് രീതിയിലേക്കാണ് വരിക? ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം എന്ന രീതിയിലാണോ അത് വരാൻ പോകുന്നത്? എന്താണ് ആ ശിക്ഷാവിധി എന്നതും ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഷയമായി മാറാൻ പോവുകയാണ്. ഇവിടെ വടകരയിൽ നമ്മൾ ഇതുവരെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ പേരാണ് കെ ശൈലജയുടേത്. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം പിണറായി വിജയൻ അദ്ദേഹത്തെ വീണ്ടും കുലം കുത്തിയെന്ന് വിശേഷിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് കൊലപാതകം നടത്താനായിട്ടുള്ള അവസാന വാക്ക് അത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ആരോപിക്കുന്നത്. അപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണ് കെ രമയും RMPയുടെ N വേണു അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, വിധി വന്ന ഉടനെ തന്നെ ഞങ്ങൾ മേൽക്കോടതിയിലേക്ക് പോവുകയാണ്, വെറുതെ വിട്ടവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്, അവരിൽ നിന്ന് ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് അവർ പറയുന്നത്. പറയുന്ന പ്രധാനപ്പെട്ട പേര് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റേതാണ്. RMPയുടെ ആരോപണമാണ്. ഇപ്പോൾ നോക്കൂ, വിചാരണ കോടതിയും ഹൈക്കോടതിയും പി മോഹനൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ സാഹചര്യമാണ്. പക്ഷേ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ലക്ഷ്യം പി മോഹനനാണ്. പി മോഹനൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയനിലേക്ക് എത്താനുള്ള സാധ്യതയാണ് അവർ തേടുന്നത്, ഒരു രാഷ്ട്രീയ സാധ്യതയാണ് അവർ തേടുന്നത്. അങ്ങനെയാണിപ്പോൾ അപ്പീൽ നൽകുന്ന കെ രമയ്ക്ക് പിന്തുണ നൽകുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് പ്രഖ്യാപിക്കുന്നതും ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്. CPIM പറയുന്നത് ഈ പി മോഹനന്റെ കാര്യം മാത്രമാണ്. കോടതി ശിക്ഷിച്ച CPIM നേതാക്കളെ കുറിച്ച് എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്ന കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ, ബുദ്ധികേന്ദ്രം ആരാണ് എന്നത് പ്രധാന നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ തന്നെ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ അടയാളപ്പെടുത്താനും അത് ഏറ്റെടുക്കാനും അത് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഒരു വോട്ട് വിഷയമാക്കി മാറ്റാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്, കെ രമയെ മുൻനിർത്തിക്കൊണ്ട്. കാരണം ടി.പി. വധക്കേസ് പ്രതി കൊടിസുനിക്ക് 2000-ലേറെ ദിവസം പരോൾ അനുവദിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷം ഉയർത്തുകയാണ്, കോൺഗ്രസ് ഉയർത്തുകയാണ്. അത് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ഒരു കാര്യമായി അവർ വളരെ വ്യക്തമായി ഓരോ ഇടങ്ങളിലും പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ടി.പി. വധക്കേസിലെ സൂത്രധാരനാരാണ്? ആ സൂത്രധാരൻ നിയമത്തിന് മുന്നിൽ വരാതെ എങ്ങനെയാണ് ഈ കേസ് പൂർത്തിയാവുക എന്ന് കെ രമ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുമ്പോൾ അവിടെ PK ശ്രീമതിക്ക് മണ്ഡലം ഏതായാലും മത്സരിക്കാൻ താല്പര്യമുള്ള ഒരു നേതാവാണ് എന്നത് അവരുടെ പ്രതികരണങ്ങൾ തേടുമ്പോഴായാലും അല്ലാതെ ആയാലും ഒക്കെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ കെ ശൈലജ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. അത് MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും പിണറായി വിജയനായാലും റെക്കോർഡ് ഭൂരിപക്ഷം മട്ടന്നൂരിൽ സ്വന്തമാക്കുന്ന കെ ശൈലജ, മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ കൈവരിച്ച അവരുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരങ്ങൾ, കോവിഡ്, നിപ്പ തുടങ്ങിയ കാര്യങ്ങളിൽ, അങ്ങനെ കെ ശൈലജയുടെ പോപ്പുലാരിറ്റി
പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് കൂടി വരുന്നതാണ്. നമ്മൾ ഇപ്പോൾ അവർ മന്ത്രിസഭയുടെ ഭാഗമല്ല, രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമ്മളിപ്പോൾ നടത്തിയ റിപ്പോർട്ടറിന്റെ പ്രീ പോൾ സർവേയിൽ പോലും കൂടുതൽ പോപ്പുലർ കെ ശൈലജയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലയിടങ്ങളിലും കെ ശൈലജയ്ക്ക് പിന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിന് അവരെ ഇഷ്ടമാണ്. അത് വടകരയിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം പാർട്ടിക്കുണ്ടാവുക. പക്ഷേ ഇത് കെ ശൈലജയ്ക്ക് ഒരു വാരിക്കുഴി കുഴിക്കുന്നത് പോലെ പാർട്ടി ഒരുക്കുന്ന ഒരു അടവാണോ എന്ന സംശയം ന്യായമായും അവർക്കുണ്ടാകും. അതുപോലെ തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കുണ്ടാകും. കാരണം മത്സരിക്കാനില്ല എന്നുള്ളത് പലകുറി അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വ്യക്തമാക്കിയതാണ്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന കെ ശൈലജയ്ക്ക് കൃത്യമായി അറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ നോക്കൂ, വടകരയിൽ കെ മുരളീധരനെ അട്ടിമറിച്ച് കെ ശൈലജയുടെ പോപ്പുലാരിറ്റി ഫാക്ടർ അവർക്ക് ഗുണമാകുന്നു. ടി.പി. കേസ് അടക്കം പല വിഷയങ്ങളുണ്ടെങ്കിലും മത്സരിച്ച് അവർ ജയിക്കുകയാണെങ്കിൽ പിന്നെ അവർ സംസ്ഥാന രാഷ്ട്രീയത്തിലില്ല. കേരളത്തിന്റെ ഭാവി വനിതാ മുഖ്യമന്ത്രിയായി കെ ശൈലജയെ കാണുന്നവരുണ്ട് എന്നുള്ളതാണ് അവരുടെ പോപ്പുലാരിറ്റിയിലൂടെ നമുക്കടക്കം വ്യക്തമായ വസ്തുത. അപ്പോൾ എനിക്ക് തോന്നുന്നത് കെ ശൈലജയെ ഒതുക്കാനാണോ ഈ പാർട്ടി ഇങ്ങനെയുള്ള ഒരു സീറ്റ് കൊടുക്കുന്നത്? അതിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ പാർലമെന്റ് അംഗമായി അങ്ങ് പോകുന്നു, സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്നു. എന്നാൽ തോറ്റാലോ ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ ഇമേജ് എന്ന് പറയുന്നത് അത് അപ്പാടെ പൊട്ടി താഴേക്ക് വീഴുകയും ചെയ്യും. രണ്ട് രീതിയിലായാലും പാർട്ടിക്ക് കെ ശൈലജയെ ഒതുക്കാനാണെങ്കിൽ ഇതൊരു നല്ല അവസരമാണ്. അങ്ങനെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പിന്നെ RMP ഉയർത്തുന്ന തലവേദന ആ മണ്ഡലത്തിൽ പ്രധാന വെല്ലുവിളിയായി നിൽക്കുകയാണ്. അത് കുറേ വോട്ടുകളെങ്കിലും ഇപ്പോൾ ഇതിന് പിന്നിലത്തെ കൂടുതൽ കണ്ണികളെക്കുറിച്ചുള്ള രണ്ടുപേരെ കൂടി പ്രതി ചേർക്കുന്ന സാഹചര്യം, അപ്പോൾ അത് തീർച്ചയായും നഷ്ടമുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കെ ശൈലജയെക്കുറിച്ച് പറയുമ്പോൾ കെ ശൈലജയ്ക്ക് തിരിച്ചടിയായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് CPIഎമ്മിൻ്റെ ലൈനിൽ നിന്നും ഈ ഹമാസ് ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതാണ് ഈ സമീപകാലത്ത് കെ ശൈലജയ്ക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുള്ളൊരു ഫാക്ടർ. ബാക്കി എല്ലാ ഘടകങ്ങളിലും അവർക്കൊപ്പം ജനങ്ങളുണ്ട്, ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. കേരളത്തിൻ്റെ ഒരു ഭാവി വനിതാ മുഖ്യമന്ത്രി എന്ന പേരിൽ പ്രഥമ പരിഗണന കെ ശൈലജയ്ക്കായ ഒരു സാഹചര്യത്തിലാണ് അവർ വരുന്നത്. മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും അവർക്ക് പാർട്ടിക്കുള്ളിൽ അവർക്ക് ക്ഷീണം തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ കരുതുന്നത്. കെ മുരളീധരനും കെ ശൈലജയും നല്ലൊരു പോരാട്ടമായിരിക്കും അവിടെ നടക്കുക. പക്ഷേ TP വധം അത് ദോഷം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. നികേഷ് കുമാർ, ആദ്യം തന്നെ സുജയ പറഞ്ഞതുപോലെ ഈ കെ ശൈലജയെ അവിടെ നിർത്തിയിരിക്കുന്നത് ഒതുക്കാനാണ്, അവർക്ക് ഭാവി മുഖ്യമന്ത്രി പദത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടയണയാണ് എന്നുള്ളതിനുള്ള ഒരു സ്വാഭാവികമായ വിശദീകരണം. എൻ്റെ വിശദീകരണമല്ല, അത് സ്വാഭാവിക വിശദീകരണമായി കണക്ക്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് 1987 CPM-കാർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായത് വീട്ടിലിരുന്ന കെ നായനാരാണ്, MP പോലുമല്ല, വീട്ടിലിരുന്നാണ്. ഇവരോട് ജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ MP ആകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ടോ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമോന്നത പദവിയിലേക്ക് എത്തുന്നതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നതിനൊരു തടസ്സമല്ല എന്നുള്ളത് നമ്മുടെ മുന്നുദാഹരണമാണ്. അതവിടെ നിൽക്കട്ടെ. നോക്കൂ, ഞാനിപ്പോൾ പറയുമായിരുന്നു, P. മോഹനനെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ 2009 CPM-നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം നഷ്ടപ്പെട്ടതാണ്. മരണത്തിന് മുമ്പ് 21,000 ചില്ലുവാനം വോട്ടാണ് അന്ന് TP ചന്ദ്രശേഖരൻ. ഞാൻ അന്ന് കുരുക്ഷേത്രം പരിപാടിയായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. വലിയ ആൾക്കൂട്ടമായിരുന്നു, വലിയ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. കാരണം TP ചന്ദ്രശേഖരൻ RMP രൂപീകരിക്കുന്നു, അത് VS അച്യുതാനന്ദൻ്റെ ആഗ്രഹപ്രകാരമാണ് RMP രൂപീകരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തെ നമ്മളൊക്കെ വിലയിരുത്തിയിരുന്നത്. അപ്പോൾ TP ചന്ദ്രശേഖരൻ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വരുന്നു. അവിടെ ഒരുപക്ഷെ ഏതാണ്ട് ഒരു സംഘർഷത്തിനോട് അടുത്ത് പോകുന്ന രീതിയിലുള്ള വാക്പയറ്റായിരുന്നു അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 2009 നഷ്ടപ്പെട്ടു. പിന്നീട് TP ചന്ദ്രശേഖരൻ്റെ മരണം 2014 നഷ്ടപ്പെടുന്നു, 2019 അത് ആവർത്തിക്കുന്നു, 2024 എത്തുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ്, ഇത് ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലായി TP ചന്ദ്രശേഖരൻ്റെ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം മാറിയേക്കാം. പക്ഷേ അത് ഇലക്ട്രലായി വീണ്ടും CPM-നെ ബാധിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ഇലക്ട്രലായി CPM-നെ ബാധിക്കുമായിരുന്നു P. മോഹനൻ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ. ഇവിടെ P. മോഹനൻ ശിക്ഷിക്കപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത് എന്നതിനപ്പുറത്തേക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹോസ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് രണ്ട് പ്രതികളുടെ കൃഷ്ണനെയും കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും ശിക്ഷിച്ചു എന്നുള്ളത് CPM-ന് ഹോസ്റ്റൈലായിട്ടുള്ള വിഷയമാണ്. അതേപോലെ തന്നെ 1 മുതൽ 5 വരെയുള്ള പ്രതികളെയും 7ാം പ്രതിയെയും ഗൂഢാലോചന കേസിൽ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കൊലയാളികൾ എന്ന് പറയുന്നത് വെറും വാടക കൊലയാളികൾ മാത്രമല്ല, അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായിട്ട് കോൺസ്പിറസി നടത്തി എന്നുള്ളത് കൂടി ഇതിനകത്ത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വസ്തുതകളാണ്. അതിൻ്റേതായിട്ടുള്ള ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM നേരിടേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ
പി മോഹനന്റെ കാര്യത്തിനകത്ത് ഈ പി മോഹനനാണല്ലോ ഈ ആസൂത്രകനായി ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പൊതുവെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ പി മോഹൻ്റെ കാര്യത്തിനകത്ത് വളരെ സുപ്രധാനമാണ്. നേരത്തെ വിചാരണ കോടതിയും ഇപ്പോൾ ഹൈക്കോടതിയും കണ്ടെത്തിയിട്ടുള്ളത് ഈ അലൈബി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ 2012 ഏപ്രിൽ 12-ന് കെ സി രാമചന്ദ്രനുമായി ഗൂഢാലോചന നടത്തുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് മൊഴിയായി വന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ പാർട്ടിയുടെ ഒരു ദീപശിഖ പ്രയാണത്തിന് ദീപശിഖ ഏറ്റുവാങ്ങുകയായിരുന്നു പി മോഹനൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലെ വാച്ചിലെ സമയം വളരെ നിർണായകമാവുകയും ആ വാദം പൊളിയുകയും ചെയ്തു. ഇപ്പോൾ ഈ പറയുന്ന അപ്പീൽ കോടതിയുടെ വിധിയോടുകൂടി സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പി മോഹനനെ പ്രതി ചേർക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ മഹസറിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതും, അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാം, അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രമല്ല RMP നേതാവായിട്ടുള്ള പ്രമോദ്, അതുപോലെ തന്നെ മഹസർ സാക്ഷിയായിട്ടുള്ള ഒരാളെയും വിചാരണ ചെയ്യാം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഘട്ടത്തിലെ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആണ് ആളുകളെ പ്രതി ചേർത്തത് എന്ന വാദം എനിക്ക് യാതൊരു സംശയവുമില്ല അവിടുത്തെ CPM-ന്റെ പ്രാദേശിക നേതാക്കളുടെ അറിവോടുകൂടി ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധം നടന്നിട്ടുള്ളത്. പക്ഷേ അതിന്മേൽ 2 ജില്ലാ കമ്മിറ്റികളുടെ ഏകോപനം സംസ്ഥാന നേതൃത്വം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ ബ്രെയിനായി പി മോഹനൻ വർത്തിച്ചു എന്നുമുള്ള ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ആ നെറേറ്റീവ് യഥാർത്ഥത്തിൽ ഈ അപ്പീൽ കോടതി വിധിയോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വടകരയിൽ ദോഷം ചെയ്യുമോ എന്നുള്ളതാണ്. വടകരയിൽ 2009 ടി പി ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദോഷം ചെയ്തു. പിന്നീട് ടി പി ചന്ദ്രശേഖരൻ്റെ ക്രൂരമായ കൊലപാതകത്തിലൂടെ ജനങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തു, വോട്ടർമാർ കൃത്യമായ മറുപടി കൊടുത്തു. അതാണ് 2014-ലും 2019-ലും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ 2024 കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം അനുസരിച്ച് CPM-ന് ഏതെങ്കിലും 2 മണ്ഡലങ്ങൾ കിട്ടുമെങ്കിൽ അതിലൊന്ന് ആദ്യത്തേത് വടകരയായിരിക്കും, രണ്ടാമത്തേത് ആലത്തൂരായിരിക്കുമെന്നാണ് ചർച്ചയുടെ മറ്റു ഭാഗത്തിൽ ഞാൻ പങ്കുചേർന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കൗതുകകരമായൊരു കണക്കുള്ളത്, ടി പി ചന്ദ്രശേഖരൻ്റെ വധം അതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളത് കേരളത്തിലെ ഈ വാർത്ത ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അത് വടകരയിലെ ജനങ്ങൾ പൂർണ്ണമായും ആ രീതിയിൽ തന്നെ വോട്ടിങ്ങും നടത്തിയിട്ടുണ്ട്. പക്ഷേ കണക്കുകളിൽ വളരെ കൗതുകമുണ്ട്. ഈ 2004 വരെ ഇപ്പോൾ O ഭരതനെയും KP ഉണ്ണികൃഷ്ണനെയും ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം, അതായത് CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ കോട്ട, അത് കോൺഗ്രസ് ആയിരുന്നു ദീർഘകാലം ഉണ്ടായിരുന്നത്. പിന്നീട് CPM അത് O ഭരതനിലൂടെ തിരിച്ചു പിടിക്കുമ്പോൾ അവിടെ മുതൽ അങ്ങോട്ട് 2004 വരെ അവിടെ മത്സരിച്ചത് ആരൊക്കെയാണ്? P സതീദേവി മത്സരിക്കുന്നു, അതിന് തൊട്ടു മുമ്പ് മത്സരിക്കുന്നത് പ്രേമജമാണ്, പ്രേമജം തോൽപ്പിക്കുന്നത് പത്മയും സുരേഷ് ബാബുവിനെയുമാണ്. ഇവരൊന്നും തന്നെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവരോ തിളക്കമാർന്ന വ്യക്തിത്വമുള്ളവരോ ഒന്നുമല്ല. ആ രീതിയിൽ പൊളിറ്റിക്കലി വളരെ സജീവമായി നിൽക്കുന്ന ആക്റ്റീവ് സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരല്ല. പക്ഷേ 2009 മുതൽ കളം മാറുന്നുണ്ട്. 2009 ടി പി ചന്ദ്രശേഖരൻ 21,000 വോട്ടേ പിടിച്ചുള്ളൂ. പക്ഷേ ആ 21,000 വോട്ടല്ല പരാജയത്തിൻ്റെ കാരണം. ആ 21,000 വോട്ടുണ്ടാക്കുന്ന റിപ്പിൾ ഇഫക്റ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് അതുവരെ ആ മണ്ഡലത്തിൽ കിട്ടാത്ത കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നത്, അഥവാ കോൺഗ്രസ് അനുകൂല വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നത്. വളരെ കൗതുകകരമായ ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 2004 അതായത് ടി പി ചന്ദ്രശേഖരൻ മത്സരിക്കുന്നതിന് മുൻപ് അവിടെ വടകര മണ്ഡലത്തിൽ 2,98,000 വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെങ്കിൽ 2009 ആകുമ്പോഴേക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വോട്ട് വിഹിതം 4,21,000 കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,12,000 വോട്ടിൻ്റെ വർധനമുണ്ടാകുന്നു. ടി പി ചന്ദ്രശേഖരൻ പിടിച്ചത് എത്ര വോട്ടാ? ടി പി ചന്ദ്രശേഖരൻ പിടിച്ചത് വെറും 21,000 വോട്ടാ. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ ചലനം എന്ന് പറയുന്നത് അവിടെയുള്ള ന്യൂട്രൽ വോട്ടുകളെയും, അഥവാ ഇടതുപക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ലൈറ്റ് ലെഫ്റ്റ് എന്ന് കരുതാവുന്ന വോട്ടുകളെയും ന്യൂട്രൽ വോട്ടുകളെയും കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിച്ചു, മുല്ലപ്പള്ളിയുടെ പക്ഷത്തേക്ക് എത്തിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം ഒരു ഘടകമാണ്. പക്ഷേ എന്നാൽ ടി പി ചന്ദ്രശേഖരൻ 21,000-നേക്കാൾ ഞാൻ കണക്ക് കൂട്ടുന്നത് ഒരു 60,000 to 80,000 വോട്ട് ഇപ്പോഴും ജീവിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരനും മരിച്ചുപോയ ടി പി ചന്ദ്രശേഖരനും വടകരയിലുണ്ട് എന്നാണ്. ഇത് പറയാനുള്ള കാരണം
തൊട്ടടുത്ത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് നോക്കൂ. അടുത്ത ഇലക്ഷൻ നടക്കുന്നത്, അതായത് 2012 ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം 2 വർഷത്തിനു ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നത് സാക്ഷാൽ ഷംസീറാണ്. ഷംസീറും മുല്ലപ്പള്ളി രാമചന്ദ്രനും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇടതുമണ്ഡലമായ വടകരയിൽ നിന്ന് ഷംസീറിന് വിജയിക്കാൻ സാധിക്കുമെന്ന് ആരും കരുതിയതല്ല. പക്ഷേ ഷംസീർ അവിശ്വസനീയമാം വിധം വലിയ ചെറുത്തുനിൽപ്പ് നടത്തി. 3300 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വോട്ട് വിഹിതം എന്നുള്ളത് 4,21,000 നിന്ന് കൂടുകയല്ല ചെയ്യുന്നത്, പക്ഷേ വലിയ രീതിയിൽ കുറയുന്നില്ല. 4,16,000 റീറ്റെയിൻ ചെയ്യുന്നു. ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു കാലത്തും 4 ലക്ഷം വോട്ട് കിട്ടിയിട്ടില്ല. 3.5 ലക്ഷത്തിനും അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടില്ല. വർദ്ധിക്കുന്നത് 2009 ജീവിക്കുന്ന ചന്ദ്രശേഖരൻ CPM-ൽ നടന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കാൻ. അതായത് 21,000 ടി പി ചന്ദ്രശേഖരന് കിട്ടിയുള്ളൂ. പക്ഷേ ആ മണ്ഡലത്തിൽ CPM വിജയിക്കണ്ട എന്ന് കണക്കാക്കുന്ന ഒരു ആൻറ്റി CPM വോട്ട് 60,000 to 80,000 ആ മണ്ഡലത്തിലുണ്ട്. ആ കണക്കാണ് 2014 CPM-ന് വിനയായിത്തീരുന്നത്. ആ കണക്ക് തന്നെയാണ് മുരളീധരൻ വരുന്നതോടുകൂടി മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ കുറച്ചുകൂടി സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്നൊരു നേതാവെന്ന നിലയിൽ, വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നൊരു നേതാവെന്ന നിലയിൽ കെ മുരളീധരന് കിട്ടുന്നത്. തീർന്നില്ല. പ്ലസ് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ഫാക്ടേഴ്സ്. അവിടെ നോക്കുന്നു, അവിടെ 4 ലക്ഷം എന്ന കണക്കിൽ നിന്നും 5,26,000 കെ മുരളീധരൻ്റെ വോട്ട് വർദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി നിങ്ങൾ ഈ KP ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് എസിൽ ഈ ഇടതുമുന്നണിയിലായിരിക്കുമ്പോൾ മാത്രമാണ് വിജയിച്ചത്. അതേ KP ഉണ്ണികൃഷ്ണൻ കോൺഗ്രസിൽ ലയിപ്പിച്ചതിന് ശേഷം, അഥവാ UDF-ൽ പോയതിനു ശേഷം അവിടെ പരാജയപ്പെടുകയാണോ ഭരതനോട്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി ഇടതുബോധ്യമുണ്ടായിരുന്ന മണ്ഡലത്തിലെ ചുരുങ്ങിയത്, ഐ റിപ്പീറ്റ്, 60,000 മുതൽ 80,000 വോട്ടുകൾ വരെ ടി പി ചന്ദ്രശേഖരന് RMPക്ക് ആ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. അത് നേരിട്ട് ടി പി ചന്ദ്രശേഖരന് കിട്ടുന്ന വോട്ടല്ല, RMPക്ക് കിട്ടുന്ന വോട്ടല്ല, പക്ഷേ അത് ഒരു CPM വിരുദ്ധ വോട്ടായിട്ട് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. അവിടെയാണ് ഈ കണക്കുകൾ പി ജയരാജനെ തുണയ്ക്കാതെ പോയത്. 5 ലക്ഷത്തിന് മുകളിലേക്കാണ്. ഇക്വേഷനാണ്, സമ്മതിച്ചു. അവിടെ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അവിടെ മറ്റു വിഷയങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു. പക്ഷേ നോക്കൂ, 4,16,000 എന്ന് പറയുന്ന കണക്കിലേക്ക് ഷംസീർ മത്സരിക്കുമ്പോഴും 4,16,000, അവിടെ ശബരിമല വികാരമില്ല. 4,16,000 ഉള്ളത് ഒറ്റ വികാരത്തിലാണ്, ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഘടകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കണക്കിലെ വ്യത്യാസം എന്ന് പറയുന്നത് 60,000 to 80,000 വോട്ട് RMPക്ക് സ്വാധീനമുണ്ട്. അതായത് വോട്ട് ഇങ്ങോട്ട് തിരിക്കാൻ സാധിക്കും, CPM വിരുദ്ധ വോട്ടുകളാക്കി മാറ്റാനും കോൺഗ്രസ് പക്ഷത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇതാണ് എൻ്റെ ആദ്യത്തെ റീഡിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ 5,26,000 എന്ന് മുരളീധരൻ പിടിച്ച വോട്ട് കുറയാനൊരു കാരണം വേണമല്ലോ. അതെന്താണ് ആ കുറയാനുള്ള കാരണം? ശരി, നമ്മൾ സമ്മതിച്ചു. അന്ന് കെ മുരളീധരന് വോട്ട് ചെയ്തതിൽ മുരളീധരൻ ഒരു ആൻറ്റി ഇൻകംബൻസി മണ്ഡലത്തിലുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കെ മുരളീധരൻ രാഷ്ട്രീയമായി വളരെ സജീവമായിരുന്നു കേരളത്തിൽ, മണ്ഡലത്തിലും സജീവമായിരുന്നു. മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഞാൻ നേരിട്ട് എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായി ചിട്ടയായിട്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നത്. ക്യാമ്പയിൻ നേരത്തെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോൾ സ്ട്രാറ്റജിസ്റ്റാണ്. എന്നാൽ ഇനി അവിടെ കെ ശൈലജ ടീച്ചർ വരുമ്പോൾ ശൈലജ ടീച്ചറിന് അനുഗുണമായിരിക്കുന്ന ഘടകം എന്താണ്? സിംഗിൾ ഫാക്ടറാണ്. കെ ശൈലജ എന്ന് പറയുന്ന സിംഗിൾ ഫാക്ടറും പിന്നെ CPM-ന് ഉറപ്പിക്കാവുന്ന ഒരു 4,50,000 വോട്ടും. പക്ഷേ 5,26,000 വോട്ട് ഇതിനകം തന്നെ കെ മുരളീധരൻ പിടിച്ചിട്ടുണ്ട്. ആ വോട്ടിൽ നിന്ന് താഴേക്ക് കുറയ്ക്കാൻ ഈ വിധി സഹായിക്കില്ല. ദാറ്റ് ഈസ് നമ്പർ 1. പകരം ചുരുങ്ങിയ പക്ഷം ആ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ട് അതേപടി നിലനിർത്താൻ ഇതിന് സാധിക്കുന്നതിൻ്റെ കാരണം 2 CPM നേതാക്കൾ കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, അത് ചർച്ചാ വിഷയമാകുന്നു. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് കെ രമ എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് കോൺഗ്രസിലെ ഈ ക്യാമ്പയിൻ ചെയ്ത പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട്. കെ രമ ഒറ്റയ്ക്ക് ഒരു 4-5 ആളുകൾ പോലും ചുറ്റുമുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് മൈക്കും പിടിച്ച് അന്ന് കെ മുരളീധരന് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്നുണ്ട് തെരുവോരങ്ങളിൽ. അന്ന് കെ രമയെ കേൾക്കാൻ ആൾക്കാരുണ്ട്. കെ രമ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരനേക്കാൾ CPM-ന് ഡാമേജ് ആയത് മരിച്ചുപോയ ടി പി ചന്ദ്രശേഖരനാണ്. അതുണ്ടാക്കുന്ന റിപ്പിൾ ഇഫക്റ്റ് വടകരയിൽ CPM-ന് ഒരു വലിയ ആശങ്കയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ദോഷം ചെയ്യുമോ എന്ന ചോദ്യത്തിന് നിലവിലുള്ള കണക്കുകളിൽ 5,26,000 എന്ന കെ മുരളീധരൻ്റെ വോട്ടിനെ പിടിച്ചു കുറയ്ക്കാൻ കെ ശൈലജയുടെ പൊളിറ്റിക്കൽ ഇമേജിനെ കൊണ്ട് മാത്രം കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സ്മൃതി, ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2012 മെയ് 4-നാണ് വടകരയിൽ ഈ കൊലപാതകം, ഈ 51 വെട്ട് കിട്ടിയുള്ള കൊലപാതകം നടക്കുന്നത്. അന്ന് ഞാൻ റിപ്പോർട്ടറിൻ്റെ ഭാഗമായിരുന്നു. തൊട്ട് പിറ്റേ ദിവസം രമയെ കാണാൻ പോകുന്നു, രമയുടെ അഭിമുഖം എടുക്കുന്നു. അന്ന് രമ പറയുന്നുണ്ട്, പിണറായി വിജയൻ അറിയാതെ ഈ കൊലപാതകം നടക്കില്ല. നമ്മൾ വലിയ ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്ത വാർത്തയാണ്. ഇന്നിപ്പോൾ വീണ്ടും നോക്കൂ, ഇത്ര വർഷങ്ങൾക്കിപ്പുറം അതേ ചോദ്യം വീണ്ടും ഉയരുകയാണ്. ആരാണ് മാസ്റ്റർ ബ്രെയിൻ എന്ന ചോദ്യത്തിലേക്ക് വരുന്നു.
അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പാർട്ടിയുടെ തന്നെ 2 നേതാക്കൾ കൂടി പ്രതി ചേർക്കപ്പെടുന്നു എന്നിടത്താണല്ലോ, പ്രതിയല്ല ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷിക്കപ്പെട്ടു എന്നിടത്താണല്ലോ ഇതിൻ്റെ ഒരു വീണ്ടും പാർട്ടിയിലേക്ക് തന്നെ എത്തുന്നു. അതുകൂടാതെ തന്നെ 2 കോടതികൾ വിധികൾ വരുമ്പോഴും പാർട്ടി അറിഞ്ഞുകൊണ്ട് എന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ട്. വിചാരണ കോടതിയും ഹൈക്കോടതിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 നേതാക്കൾ, അതായത് ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു, ഇവർക്ക് വധഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അപ്പോഴും മോഹനെ പിടിച്ചിട്ടില്ല, മോഹനെതിരെ തെളിവില്ലല്ലോ എന്നൊരു വാദം ഇപ്പുറത്ത് CPM പറയുകയാണ്. അപ്പോഴാണ് ഈ പാർട്ടി ഘടന എങ്ങനെയാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. നേരത്തെ മറന്നുപോയ അല്ലെങ്കിൽ ആളുകളുടെ ഓർമ്മയിൽ നിന്ന് പോയി കഴിഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായി വിധി വരികയാണ്. പാർട്ടി ആലോചിക്കുക, അതായത് ഈ കോഴിക്കോടുള്ള ഒരു നേതാവിനെ വകവരുത്താനായി കണ്ണൂരിൽ നിന്നുള്ള കൊലയാളി സംഘത്തെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ നിയോഗിക്കുമോ? അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം വരുന്നു. അപ്പോൾ എന്താണ്, കോഴിക്കോടുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് വൈരാഗ്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ കാരണം എന്താണ്? നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ 2009 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ വലിയ തോൽവി, അതിനു മുമ്പ് 2008-ലാണല്ലോ ഈ RMP രൂപീകരിക്കുന്നത്. അതിനുശേഷം അവിടെയുണ്ടായ വലിയ വിപ്ലവകരമായ മാറ്റം, വലിയ രൂപത്തിൽ പാർട്ടി അണികൾ തന്നെ പോകുന്നു, VS തന്നെ ഇറങ്ങാൻ പോകുന്നു പാർട്ടിയിൽ നിന്ന് എന്നുള്ള തോന്നലുണ്ടാകുന്നു. അത് വലിയ രൂപത്തിൽ അവിടെ പാർട്ടിക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ തെരഞ്ഞെടുപ്പ്, സതീദേവി മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മോഹൻ മാസ്റ്റർ വന്ന് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കയ്യേറ്റ ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വൈരാഗ്യത്തിൻ്റെ കാരണങ്ങളായി RMP തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പാർട്ടി അറിയാതെ നടക്കില്ല. പാർട്ടി സംവിധാനം ഈ രൂപത്തിലായി ഈ 2 ഏരിയ കമ്മിറ്റികളെ ഏകോപിപ്പിക്കുന്ന ഒരു ഏകോപനം നടന്നിട്ടുണ്ട്. അത് മേൽത്തട്ടിലാണ്. ആ മേൽത്തട്ടിൽ ഏത് നേതാവാണ്? അതിന് തെളിവുകളില്ല. പലപ്പോഴും പല ഫോൺ കോളുകളും ഇപ്പോൾ അന്വേഷണ സംഘം 2ആയിട്ടാണല്ലോ. ആദ്യത്തെ അന്വേഷണ സംഘം വളരെ നന്നായി അന്വേഷിച്ചു എന്ന് രമ തന്നെ പറയുന്നുണ്ട്. ആ അന്വേഷണ സംഘം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നീട് ആ അന്വേഷണം വേറൊരു ഉദ്യോഗസ്ഥനിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇതിൽ എന്തെങ്കിലും അട്ടിമറി കാണിക്കുകയാണോ എന്ന് സംശയിക്കുന്നു. അപ്പോൾ അതിൽ പലതവണ അവർ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഫോൺ കോൾസ് എടുക്കാൻ പറ്റുന്നില്ല, അത് ആ രൂപത്തിൽ തരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ 52 സാക്ഷികളാണ് കൂറുമാറിയിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി. ഇത് കോടതിയിൽ തന്നെ മൊഴി നൽകിയ പ്രതികൾ തന്നെ കൂറുമാറിയിട്ടുണ്ട്. പിന്നീട് പാർട്ടി അന്വേഷിച്ചു, പാർട്ടി അന്വേഷണത്തിൽ ഇങ്ങനെയാണ് വ്യക്തമായത് എന്നൊക്കെ പാർട്ടി പറയുകയാണ്. ഈ ഒരു കൊലപാതകമാണ്. കൊലപാതകം നടക്കുമ്പോൾ പാർട്ടി അന്വേഷണം എന്നുള്ളത് എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാകും എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഈ കുഞ്ഞനന്തനെ പ്രധാന പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും കുഞ്ഞനന്തനെ കാണാൻ നേതാക്കൾ എങ്ങനെ പോയിരുന്നു? കുഞ്ഞനന്തൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പാർട്ടി യാത്രാമൊഴി നൽകിയത്, അല്ലേ? പിന്നെ ഈ രാമേന്ദ്രൻ്റെ കാര്യത്തിൽ രാമേന്ദ്രനെ ഒരു ഘട്ടം വരെ പാർട്ടി പിന്തുണച്ചു. പിന്നെ രാമേന്ദ്രൻ്റെ വ്യക്തി വിരോധം എന്ന നിലയിലേക്കൊക്കെ പാർട്ടി പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, രാമേന്ദ്രൻ്റെ കുടുംബത്തിന് ഇപ്പോഴും സഹായം നൽകുന്നുണ്ട്. ഈ പറയുന്ന ഈ വാടക കൊലയാളികൾ പരോളിൽ എത്ര ദിവസം അവർക്ക് പരോൾ കിട്ടി, കുഞ്ഞനന്തന് എത്ര ദിവസം പരോൾ കിട്ടി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. ആ പരോൾ മാത്രമല്ല, ഇവർക്ക് ജയിലിൽ കിട്ടിയ സംവിധാനം, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ, അവർക്ക് കിട്ടുന്ന ഭക്ഷണം, അവർ പുറത്തിറങ്ങിയ ശേഷം പരോളിലിറങ്ങി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ആ വിവരങ്ങളടക്കം പുറത്തു വന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ഇതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് പറയുമ്പോൾ ശൈലജ, KK ശൈലജ എന്നുള്ള നേതാവ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ജനം ഓർക്കുന്നുണ്ട്. നിപ കാലത്ത്, കോവിഡ് കാലത്ത് ഏത് രൂപത്തിൽ പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ അവരെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും, പാർട്ടിയിലെ മറ്റ് നേതാക്കളെ പോലെ തന്നെ ശൈലജയും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഏത് രൂപത്തിലാണ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പുറത്തും ഒരു വനിതയാണ്, നഷ്ടം സംഭവിച്ച വനിതയാണ്. KK രമ എന്ന നേതാവ്. അവർ പറയുന്ന വാക്കുകൾ, ഓരോ വാക്കും പാർട്ടിക്ക് നേരെ കൊള്ളുന്ന കൂരമ്പുകളാണ്. അവർ സഭയിലായാലും പുറത്തായാലും പ്രതികരിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇപ്പോഴും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് വടകരയിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് സോഷ്യലിസ്റ്റ് മണ്ഡലമാണ്. തുടക്കം മുതൽ നേരത്തെ ഇടത് ചേരിയിൽ നിൽക്കുന്ന മണ്ഡലം. ഏത് ഘട്ടത്തിലാണത് മാറ്റം വന്നതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. കൂട്ടിച്ചേർക്കാൻ, അതായത് ഒന്ന്, നേരത്തെ സ്മൃതി പറഞ്ഞത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് കൊലപാതകം എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നാണ്. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഈ പ്രതികൾക്ക് CPM എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. ശരിയാണ്, പ്രതികളെ ഒളിവിൽ താമസിക്കാൻ CPM സഹായിച്ചു എന്ന ആരോപണമുണ്ട്. പ്രതികൾക്ക് നിയമസഹായം നൽകിയിട്ടുണ്ട്. പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ CPM-ൻ്റെ പങ്കാളിത്തമുണ്ട്. പരോൾ അനുവദിച്ചപ്പോൾ അവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർ വീണ്ടും പ്രതികളായിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെയും CPM-ൻ്റെ പങ്കാളിത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൊലയാളി സംഘത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി സഹായം ചെയ്യാൻ പാടില്ലാത്തത് എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ വധത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദാഹരിക്കാൻ സാധിക്കും. എന്നതുപോലെ തന്നെ
ഇടുക്കിയിൽ സമീപകാലത്ത് ഒരു വിദ്യാർത്ഥിയെ, ഒരു 17 വയസ്സുകാരനെ കൊന്നപ്പോൾ ഇരന്നു വഴങ്ങിയ മരണം എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കൊലപാതകങ്ങളും, എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും നമ്മൾ സജീവമായി ചർച്ച ചെയ്യുകയും അത്തരം കൊലപാതകങ്ങൾ ഇല്ലാതാവുകയും വേണമെന്നും, മാത്രമല്ല എല്ലാ കൊലപാതകങ്ങളെയും നമ്മൾ ഒരേ ശബ്ദത്തിൽ അപലപിക്കുകയും വേണം. ഇരന്നു വാങ്ങിയ ഒരു മരണം എന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ മാത്രമേ വാർത്തയാകൂ, KPCC പ്രസിഡന്റ് പറഞ്ഞാൽ വാർത്തയാകില്ല എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. TP ചന്ദ്രശേഖരനും TP ചന്ദ്രശേഖരൻ്റെ കുടുംബവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബം പോലെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പോൾ എനിക്ക് ആ മരണത്തിലൊന്നും, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ വില അത് നടത്തിയവർ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ P. മോഹനൻ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. P. മോഹനനാണ് ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്ത് അത് നടപ്പാക്കിയത് P. മോഹനാണ് എന്നുള്ളതാണല്ലോ ആഖ്യാനം. ആ ആഖ്യാനം യഥാർത്ഥത്തിൽ നേരത്തെ വിചാരണ കോടതിയിൽ തന്നെ പൊളിഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിയിൽ അത് കൂടുതൽ ദുർബലമാകുന്നതിന് ഘടകമായി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നേരത്തെ പൂക്കടയിലെ കാര്യം പറഞ്ഞു. ആ നിലയിൽ അലൈബി ഉപയോഗിച്ചു. ആ അലൈബിയാണ് കോടതിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ആ ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു RMP നേതാവിൻ്റെ സഹായത്തോടു കൂടി ഒരു വ്യാജ മഹസർ ഉണ്ടാക്കിയതിന് അവർക്കെതിരെ, അതായത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ, RMP നേതാവിനെതിരെ, മഹസർ സാക്ഷിക്കെതിരെ ക്രിമിനൽ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു മിനിറ്റ്, ക്രിമിനൽ നടപടികൾ എന്ന് പറയുമ്പോൾ വ്യാജരേഖ ഉണ്ടാക്കിയതിന് ഉള്ള ക്രിമിനൽ നടപടികളല്ല. ഏത് കുറ്റകൃത്യത്തിലാണോ നിങ്ങൾ ഈ പറയുന്ന വ്യാജരേഖ ഉണ്ടാക്കുന്നത്, ആ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയാണ് തെളിയിക്കപ്പെട്ടാൽ. അതായത് ജീവപര്യന്തം നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് ഉപയോഗിക്കാൻ കഴിയാത്ത ചില ഫാക്ട്സാണ്. ആ ഫാക്ട്സ് കൂടി ഉപയോഗിച്ച് ജയരാജൻ്റെ സഹോദരിയാണ് സതീദേവി എന്ന് പറയുന്നത്. P. ജയരാജൻ അവിടുത്തെ അക്രമ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അതുപോലെ തന്നെ പിന്നീട് ഷംസീർ ആണെങ്കിൽ തന്നെയും P. ജയരാജൻ്റെ ഏറ്റവും അടുത്ത സഹയാത്രികനാണ് എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂട്ടണ്ട, അത് വേറൊരു ഇക്വേഷനിൽ നടന്നിട്ടുള്ളതാണ്. ഇത്തവണ പക്ഷേ ഈ നെറേറ്റീവിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള നെറേറ്റീവിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് TP ചന്ദ്രശേഖരൻ വധത്തിലെ ഹൈക്കോടതിയിലെ അപ്പീൽ വിധിയിൽ കൂടുതൽ CPM-നെ സഹായിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വാദം. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കോടതി പറഞ്ഞതാണ്. രാഷ്ട്രീയ കൊലപാതകമാണ്. എന്താണ് ആ സെന്റൻസ് ഒന്ന് വായിച്ചത്? അല്ലേ, ഇപ്പത്തെ ഈ വാചകല്ല, 2 കോടതി വിധികൾ ഉണ്ടായിട്ടുള്ളൂ. വിചാരണ കോടതിയിൽ പങ്കാളിത്തം സംബന്ധിച്ച് ചർച്ച ചെയ്തു. രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടി നേതാക്കളാണ് എന്നതിൽ നിന്നും പിന്നെ ഏത് വാചകമാണ് നികേഷ് കുമാർ പ്രതീക്ഷിക്കുന്നത്? CPM-ന് പങ്കില്ല എന്ന് ഏത് അർത്ഥത്തിലാണ് പറയുക? സ്മൃതി പറഞ്ഞ വാചകം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ട് എന്ന് ഹൈക്കോടതി വിധി എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പാർട്ടി അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയൂ. അങ്ങനെ ഒരു വാചകം അർത്ഥം എന്താണ്? കോടതി കണ്ടെത്തിയത് രാഷ്ട്രീയ കൊലപാതകം ഇത്രയേ ഉള്ളൂ. ഹൈക്കോടതി പറയാണ് CPM അറിഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കൊലപാതകം നടന്നതാണ് എന്നെങ്കിൽ ഞാനത് സമ്മതിക്കാം. CPM-കാരാണ്. അല്ല, കുമാരൻകുട്ടി അടക്കം ഇന്നലെ പറഞ്ഞു ഈ പറയുന്ന 1 മുതൽ 7 വരെയുള്ള പ്രതികള് അവര് വെറും സ്മൃതി ഞാൻ പറയുന്ന കേക്ക്. അതായത് ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികള് അവർക്ക് പോലും ഡിഫൻസ് കേസിൽ ഞങ്ങൾ CPM-കാരാണെന്ന വാദമില്ല. അവരെ വാടക കൊലയാളികളായി CPM-കാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ്. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. പ്രാദേശിക CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ആശ്വാസകരമാകുന്നത് ഈ വിധി ഏത് വാചകമാണ് ആശ്വാസകരം? P. മോഹനന്റെ കാര്യത്തിൽ എക്സോണറേറ്റ് ചെയ്തത്, അത് ശരിവെച്ചിരിക്കുന്നത് ആശ്വാസകരമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. കാര്യം P. മോഹനിലേക്ക് എത്തുമ്പോഴാണ് ജില്ലയിലേക്ക് എത്തുക, പിന്നീട് സംസ്ഥാന തലത്തിലേക്ക് എത്തുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട് നികേഷ് കുമാർ, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, അത് സംശയമില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ പിന്നെ വ്യക്തിപരമില്ല. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് ആർക്കാണ്? പാർട്ടിക്കാണ്, CPM-നാണ്. അപ്പോൾ CPM-ലെ പ്രാദേശിക നേതാക്കൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകം, അക്കാര്യത്തിൽ ആർക്കാ സംശയം? ഇല്ല. ആ കൊലപാതകത്തിൽ പ്രതികളായവർ ഉറുമിനെ പോലും നോവിക്കാത്തവരാണെന്ന് ഇന്നലെ കൂടി പറയുന്ന LDF കൺവീനർ. അങ്ങനെയാണെങ്കിൽ ഇരന്നു വാങ്ങിയ മരണോ എന്തേ സ്മൃതി പരുത്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ദോഷം കൊള്ളാത്തത്? അപ്പോ ഒരു 17 വയസ്സുകാരനെ പച്ച വെളിച്ചത്തിൽ കുത്തിക്കൊല്ലുമ്പോ അവിടെ ഒന്നും വികാരം വേണ്ട, രക്തം തിളക്കണ്ട. ചോദ്യം വടകരയിൽ പ്രതിഫലിക്കുമോ എന്നാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ കാര്യം ഇടുക്കിയിൽ പ്രതിഫലിക്കട്ടെ. അതെ, നിങ്ങളുടെയൊക്കെ വളരെ കൃത്യമായ ഒരു ജനാധിപത്യ
ബോധമുണ്ടല്ലോ. ആ ജനാധിപത്യ ബോധത്തിൽ എനിക്ക് അതിശയമുണ്ട്. എന്നെ ഒരു സംബന്ധിച്ചിടത്തോളം കൊലപാതകത്തെ മറ്റൊരു ചന്ദ്രശേഖരന്റെ കൊലപാതകം കൊണ്ട് വധത്തെ ന്യായീകരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എം വി നികേഷ് ഒരു കുമാർ? കാരണവശാലും എം വി ന്യായീകരിക്കുന്നില്ലെന്ന് നികേഷ് കുമാർ, മാത്രമല്ല 51 CPM-നെ വെട്ടിനെ എങ്ങനെയാണ് സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കുന്നത്? അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണ്. ആണല്ലോ. എന്താ നമ്മുടെ ചോദ്യം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അത് പ്രതിഫലിക്കും എന്നുള്ളത് എന്റെ പ്രതിഫലിക്കുമെന്നാണ് അഭിപ്രായം പറഞ്ഞതിന്റെ സ്മൃതി കാരണമാണ് ഞാൻ പരുത്തിക്കാടിന്റെ പറയുന്നത്. ആർഗ്യുമെന്റ്. പക്ഷേ സ്മൃതി പരുത്തിക്കാട് ആർഗ്യുമെന്റ് ബലപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ഹൈക്കോടതി വിധിയിൽ ഇല്ലാത്തൊരു വാചകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കോടതികൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഇതിലെ പ്രതികൾ CPM-കാരാണ്. ഇതിൽ വാടക കൊലയാളികളെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വാടക കൊലയാളികൾക്ക് CPM-ന്റെ സർക്കാരും എന്തൊക്കെ CPM വളരെ- ഒരു മിനിറ്റ് CPM-ന്റെ സർക്കാരും എന്തൊക്കെ സഹായങ്ങൾ ഓരോ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് പരോളിൽ നിർലോഭം ദിവസങ്ങളോളം പരോളിൽ പോയത്? ഇവർക്ക് എന്താണ് ജയിലിൽ കിട്ടിയ സൗകര്യം? ഇത് കൂടാതെ ഈ കൊലപാതകത്തിൽ പ്രതികളായ പാർട്ടിയിലെ നേതാക്കൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിൽ പാർട്ടി സഹായം നൽകി? ഈ പറയുന്ന വാടക കൊലയാളികൾക്ക് തന്നെ ആരാണ് വക്കീലിനെ കൊടുത്തത്? ഇതൊക്കെ കേരളം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ സ്മൃതിയുടെ വടകരയിൽ വാചകങ്ങൾ വളരെ പ്രതിഫലിക്കും. കൃത്യമാണ്. സ്മൃതി വടകരയിൽ ആ നിലയിൽ പ്രതിഫലിക്കും. അതിനെ വ്യാഖ്യാനിക്കുക തന്നെ വേണം. പക്ഷെ ഹൈക്കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയരുത്. ഞാൻ രാഷ്ട്രീയ നോക്കൂ, എല്ലാ കൊലപാതകം എന്ന വാക്ക് രാഷ്ട്രീയ പറയുന്നു. കൊലപാതകങ്ങളിലും സ്മൃതി പരുത്തിക്കാട് എല്ലാ കൊലപാതകങ്ങളിലും എവിടെയാണോ കുറ്റവാളി ഉള്ളത് ആ കുറ്റവാളിയുടെ പാർട്ടി തന്നെയാണ് ഇവർക്ക് അഭിഭാഷകരെ കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇടുക്കിയിലെ കൊലപാതകത്തിനാണെങ്കിലും TP ചന്ദ്രശേഖരന്റെ അപ്പോൾ കാര്യത്തിലാണെങ്കിലും എം വി അങ്ങനെ നികേഷ് കുമാർ തന്നെയാണ്. സമ്മതിക്കുന്നു CPM ആണ് ഈ കൊലപാതകം നടത്തുന്നത്. CPM-ന്റെ റോൾ അതിനകത്ത് വളരെ പ്രകടമല്ലേ? പ്രാദേശിക- എന്റെ സംശയക്കാരത്തിൽ മാഡം, ആ ഞാൻ ഇനി vertical ഒരു ഭാഗം ഞാൻ ഞാനത് വായിച്ചോട്ടെ? നിഷേധിച്ചാൽ അത് അല്ലാതാവൂ. ഇല്ല, നിഷേധിക്കേണ്ട സാർ. പേജ് 94. കീപ്പിംഗ് ദ എബോവ് പ്രിൻസിപ്പിൾസ് ഇൻ മൈൻഡ് വെൻ വി ലുക്ക് അറ്റ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ഹാവ് ബീൻ പ്രൂവ്ഡ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ഇൻ ദ ഇൻസ്റ്റന്റ് കേസ്, the picture that emerges is as follows. First one, there was an air of hostility between members of the CPIM and RMP ever since TP Chandrasekharan broke away from the CPIM and floated the new party RMP. The hostility took a turn for the worse when TP Chandrasekharan contested as a candidate from the Vadagara constituency in the Lok Sabha elections in 2009, and the CPIM candidate lost the election and its long-held seat that year to a Congress candidate. The hostility was taken not by the police authorities in the state, who had also circulated intelligence reports warning TP Chandrasekharan of threats to his life and recommended the grant of police protection to his person. ഇതൊക്കെ ആ ക്രിമിനൽ കോൺസ്പിറസിയും അതുപോലെ തന്നെ പാർട്ടി ബന്ധവും പുതുതായിട്ടൊന്നുമില്ല. പുതുതായിട്ടല്ല, പാർട്ടി ബന്ധം എന്നുള്ള ആ വാചകങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് CPIM-ഉം RMP-യും തമ്മിൽ നിലനിന്നിരുന്ന എന്താണോ ആ enmity എന്നുള്ളത് കൃത്യമായ വിധിയിലുണ്ട്. അതാണ് മാഡം സൂചിപ്പിച്ചത്. വിചാരണ കോടതിയിൽ ആ നിലയിലുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതി വിധിയിൽ ആ നിലയിലുള്ള വിലയിരുത്തൽ ഞാൻ ഹൈക്കോടതിയുടെ പേജാണ് ഹൈക്കോടതി വായിച്ചത്. നേതാക്കളെ കൂടി ഹൈക്കോടതിയിൽ അങ്ങനെ അപ്പോൾ ഒരു വിലയിരുത്തൽ വിലയിരുത്തലില്ലാന്ന് ഉണ്ടാകാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. സ്മൃതി എന്തേ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത്? പൂക്കടയിൽ വെച്ച് KC രാമചന്ദ്രനും P മോഹനും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞൊരു സാക്ഷി രംഗപ്രവേശം ചെയ്യുകയാണ്. ആ സാക്ഷി എന്താ പറയുന്നത്? ആ സാക്ഷി പറയുന്ന കാര്യം നുണയാണ് എന്ന് അലൈബി വെച്ച് തെളിയിക്കാൻ സാധിച്ചു. ഒന്ന്. രണ്ട്, മഹസറിൽ ഈ പറയുന്ന അന്വേഷണം നടത്തിയ മുഖ്യ അന്വേഷകനായിട്ടുള്ള ജോസി എന്ന് പറയുന്ന DYSP ഒരു മഹസർ തയ്യാറാക്കുകയാണ്. ആ മഹസറിനെതിരെയാണ് ഇപ്പോൾ ക്രിമിനൽ നടപടി വരുന്നത്. തീർന്നിട്ടില്ല സ്മൃതി. ഞാൻ വേറൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. അന്ന് ഇതേ കോൺഗ്രസ്സുകാരനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ അന്വേഷണത്തിൻ്റെ പ്രധാന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നത്. അദ്ദേഹം പറയുന്നത് അതായത് CPM-ന്റെ ഉന്നത നേതൃത്വം P മോഹനൻ അടക്കമുള്ള പിന്നെ മുകളിലോട്ടുള്ള നേതൃത്വം അദ്ദേഹം പറയുന്നത് എന്താണ്? മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ രമയ്ക്ക് കൊടുക്കാമായിരുന്നില്ലേ? അവർ പല പ്രാവശ്യം കോടതിയിലെത്തിയിരുന്നില്ലേ? മൊഴി കൊടുത്തിരുന്നില്ലേ? അതിനെ സപ്പോർട്ടീവായിട്ടുള്ള എവിഡൻസ് എന്തുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാതിരുന്നത്, പറയാൻ കഴിയാതിരുന്നത്? അവരുടെ കൈ ആരെങ്കിലും പിടിച്ചു വച്ചിരുന്നോ, വിലക്കിയിരുന്നോ, അവരെ ആരെങ്കിലും നിശബ്ദമാക്കിയിരുന്നോ എന്നാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് ഇതിൽ ഈ പറയുന്ന പ്രാദേശിക നേതാക്കൾക്ക് അപ്പുറത്തേക്ക് വേറൊരു നേതാവിന് പങ്കില്ല എന്ന്. അത് നോക്കൂ, ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഞാനിപ്പോൾ CPM-ന്റെ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നൊന്നും പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മനസ്സിൽ ഈ രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ച് ഒരു എന്താ പറയേണ്ട ഒരു ബീഭത്സമായ ചിത്രമാണുള്ളത്. ഏത് രാഷ്ട്രീയ കൊലപാതകവും മോശമാണെന്ന് ഞാൻ തന്നെ വാദിക്കുമ്പോഴും ഈ രാഷ്ട്രീയ കൊലപാതകം നമ്മൾ വേറിട്ടെടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രൂരതയുടെ അളവ് വെച്ചാണ്. അതുകൊണ്ട് എനിക്കിതിനകത്ത് റോളില്ല. ഞാൻ ഇതിനകത്തൊരു പക്ഷം പിടിക്കുന്ന ആളല്ല. ഞാൻ പക്ഷം പിടിക്കുന്നുണ്ട്. അത് TP ചന്ദ്രശേഖരൻ്റെ വധം പൈശാചികമാണ് എന്നുള്ള പക്ഷമാണ്. അതിനകത്ത്
ഇതിനകത്ത് CPM-ന്റെ പ്രാദേശിക നേതൃത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. CPM-ന് ആ പറയുന്ന CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന് ഈ TP ചന്ദ്രശേഖരനോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ കൊലപാതകം നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത് ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതിൽ നേരത്തെ എങ്ങനെയാണോ CPM-നെതിരെ ഒരു ആഖ്യാനം സൃഷ്ടിച്ചത് P. മോഹനെ മുൻനിർത്തി അതിനെതിരായിട്ടുള്ള ഘടകമായിട്ടാണ് ഇത്തവണ ഹൈക്കോടതി പല അതോടൊപ്പം- പല ഫോൺ അല്ല, കോൾസും അതോടൊപ്പം പല രണ്ട് ഫോൺ പുതിയ- കോൾസും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘം തന്നെ അതുണ്ട്. പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ സർവീസ് പ്രൊവൈഡർ നൽകിയിട്ടില്ല. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഇത് ആവർത്തിക്കുകയാണ്. നോക്കൂ, ആദ്യ ഘട്ടത്തിൽ വിൻസനും പോളും അനൂപ് കുരുവിളയുമാണല്ലോ ഇത് അന്വേഷിച്ചത്. നല്ല രൂപത്തിൽ ആ അന്വേഷണം പോവുകയായിരുന്നു. പിന്നീട് അന്വേഷണ സംഘം മാറുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കോൺഗ്രസ് കൂടി പറയേണ്ട കാര്യം തന്നെയാണ്. ശരിയാണ് പറഞ്ഞത്. തിരുവഞ്ചൂരായിരുന്നു ആഭ്യന്തരമന്ത്രി. അതെ, പിന്നീട് അത് കാര്യം മാറുന്നു. പിന്നീട് വന്നിരുന്ന ശങ്കർ റെഡ്ഡി അന്വേഷണം ഒരു ഘട്ടമായിട്ട് മുന്നോട്ട് നീങ്ങാതെ ഇപ്പോൾ KK രമ തന്നെ പലതവണ പോയി ചോദിക്കുന്നു. ആ ചോദിക്കുമ്പോഴാണ് പറയുന്നത് സർവീസ് പ്രൊവൈഡർ ഫോൺ കോൾ ലിസ്റ്റിൽ തരുന്നില്ല എന്ന്. അതൊരു പ്രധാന ഘടകമായിട്ടുണ്ട്. പല കോളുകളും പോയിട്ടുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. 52 സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് ചോദിക്കട്ടെ സ്മൃതി, അല്ല, ഒരു നിമിഷം സർ. CPM-ന്റെ പ്രാദേശിക നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊല, അക്കാര്യത്തിൽ MV നികേഷ് കുമാറിനോ സ്മൃതിക്കോ സംശയമില്ല. ആ പ്രാദേശിക നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള കൊലയ്ക്ക് കൊട്ടേഷൻ എടുത്ത അംഗങ്ങളെ സഹായിച്ചത് പാർട്ടി. അക്കാര്യത്തിൽ അങ്ങേക്ക് സംശയമില്ലല്ലോ. പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഇളവുകൾ നൽകുന്നത്, പരോളുകൾ അനുവദിക്കുന്നത്, അവരെ ജയിലിൽ സന്ദർശിക്കും. അവരെ ജയിലിൽ സന്ദർശിക്കുന്നത്, അവർക്ക് പുറത്ത് പാർട്ടി പരിപാടികളിലും കൊട്ടേഷൻ പരിപാടികൾ, പാർട്ടി പരിപാടി എന്ന് വെച്ചാൽ പാർട്ടി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി പരിപാടി എന്നതാണ്, അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അപ്പോൾ ഇത്തരത്തിൽ ഇളവുകൾ നൽകി പാർട്ടി ഈ പ്രതികളെ സംരക്ഷിച്ചു പിടിച്ചതിലുമുണ്ട് പ്രശ്നം. അപ്പോൾ പ്രാദേശിക നേതൃത്വത്തിന് അറിവോടെയാണ് കൊലയെങ്കിലും ആ കൊലയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തവരെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ പാർട്ടിയുണ്ട് എന്ന് തോന്നൽ ശക്തമാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഞാൻ കൊട്ടേഷൻ എന്ന് അങ്ങോട്ട് അപ്പോൾ പറഞ്ഞ എന്ന് കാര്യം- പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം ഇത്. അതെ. അല്ല, അതിനപ്പുറത്ത് അല്ല, നോക്കൂ, എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ ആ രാ- എല്ലാ പാർട്ടിക്ക് വേണ്ടി നിൽക്കാൻ കഴിയില്ല. നോക്കൂ അരുൺ, ഞാൻ അത് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അതായത് ഈ പറയുന്ന എല്ലാ സഹായങ്ങളും പാർട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലെ KK രമ പറയാണ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഭാസ്കരൻ മാഷ് കഴിഞ്ഞ 5 മാസമായി ഈ കേസിൻ്റെ വിചാരണ നടപടികളൊക്കെ തന്നെയും മേൽനോട്ടം വഹിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കൊലയാളികൾക്ക് അതിന് CPM-ന് നറേറ്റീവ് ഉണ്ട്. CPM പറയുന്നത് ഞങ്ങളുടെ നേതാക്കളെ ഇതിനകത്ത് തെറ്റായി പ്രതി ചേർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കത് പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും രണ്ട് വാദവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് അത് TP ചന്ദ്രശേഖരൻ്റെ വധം നേരത്തെ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. വധവുമായി മാത്രമേ നമ്മൾ കൂട്ടിവായിക്കുന്നുള്ളൂ എന്നുള്ള പ്രശ്നമാണ്. നിങ്ങൾ ഇരന്നു വാങ്ങിയ മരണം എന്ന് ഒരു 17 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ ഒരു KPCC പ്രസിഡന്റിനെ പോലെ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ അത് ഇത് TP ചന്ദ്രശേഖരന് ശേഷം സംഭവിച്ചതാണ്. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ CPM ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങൾ വലിയ നിലയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് CPM-നെ ശരിക്കും ബാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനുശേഷമാണ് വരമ്പത്ത് കൂലി പ്രയോഗം. അല്ലല്ല, നിക്ക് എന്തെങ്കിലുമൊക്കെ പറയാതെ. എന്തെങ്കിലും അല്ലല്ലോ. പാർട്ടി സെക്രട്ടറി പറഞ്ഞ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പയ്യന്നൂർ CPM-കാരന്റെ കൊലപാതകത്തിന് ശേഷമാണ്. ആ CPM-കാരന്റെ കൊലപാതകത്തിന് ശേഷം അല്ല, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ വധം CPM-ന് വലിയ തിരിച്ചറിവുണ്ടാക്കിയെന്ന് സ്വതന്ത്ര നിരീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. അതിനുശേഷം പക്ഷേ CPM-ന്റെ എത്രയോ ആളുകൾ ഒരുപക്ഷെ ഒരു 25-ൽ കുറയാത്ത ആളുകൾ RSS-ആലും കോൺഗ്രസ്സുകാരാലും ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. ഒരു തിരിച്ചടിയും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ CPM കാണിച്ചിട്ടുള്ള നിയന്ത്രണം ദൗർബല്യമായി എടുക്കുകയും കൊലപാതകം നടത്തുകയും ആ കൊലപാതകത്തിന് ശേഷം ഇരന്നു വാങ്ങിയ മരണം. ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അവിടെ എമ്മിനെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ സമവായ ചർച്ച നടത്തുകയും ഒരു പൊളിറ്റിക്കൽ വയലൻസ് അവസാനിപ്പിക്കാനുള്ള ഒരു മുൻകൈ എടുക്കുകയും ചെയ്തത് ഈ സർക്കാരാണ്. അതിന് കോൺഗ്രസ് സഹകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കരുത്. പക്ഷേ അതിന് നിങ്ങൾ കോൺഗ്രസും സഹായിച്ചു. അതുകൊണ്ടല്ലേ കോൺഗ്രസ് ഒരുമിച്ച് ചെയ്യുന്നത്. കോൺഗ്രസും RSS-ഉം CPM-ഉം 3 പേരും കൂടി ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് ഒന്നും ഒരു ഫാക്ടറല്ല. കോൺഗ്രസിന് സാധിക്കുന്ന ഇടങ്ങളിൽ RSS-ഉം CPM-ഉം തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാവുന്നു. അത് ആ കാലഘട്ടത്തിൽ അത് പുറത്തു വരുമ്പോൾ കോൺഗ്രസിനോട് സംയമനമായി തന്നെ പ്രതികരിക്കുന്നു. പിന്നീടാണ് അത് വലിയ വിഷയമായി വരുന്നത്. പിന്നീട് കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയല്ലോ ഇതിനെ കാണുന്നത്. അവനവന്റെ പാർട്ടിയിൽ നിന്ന് പോയ ഒരാളെ
പാർട്ടിക്ക് ഭീഷണിയാകുന്നു എന്ന ഘട്ടം വരുമ്പോൾ മാത്രമല്ല വടകരയിൽ അത് വേറെ തോൽപ്പിച്ചവനെ രൂപത്തിലാണ് കൊന്നു. കാണേണ്ടത്. അല്ല, ഒരു- വടകരയിൽ തോൽപ്പിച്ചവനെ അങ്ങനെയാണെങ്കിൽ സ്മൃതി തൃശ്ശൂരിലൊക്കെ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ കോൺഗ്രസിൽ കൊലപാതകം നടക്കാറുണ്ട്. അല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എവിടെയാണെങ്കിലും അപലപിക്കണം. അത് അപലപിക്കണം, പൈലയുടെ ഒരു കാര്യത്തിലാണ്. കാര്യമില്ല. വടകര ആയതുകൊണ്ടും അത് കെ കെ കൊടിക്കുന്നിൽ ശൈലജ ആണെങ്കിലും ആയതുകൊണ്ടും ശരി. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഈ പാടത്ത് പണി വരമ്പത്ത് കൂലി പരാമർശം നടത്തിയപ്പോൾ അന്ന് അതിനെ അനുകൂലിച്ച ആളാണ് കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകണം. ഇപ്പോൾ കെ കെ അതെപ്പോഴാണ്? രമയുടെ RMP പാർട്ടി UDF-ഉമായിട്ട് ശൈലജയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ കയ്യിൽ? ശൈലജ അന്ന് സ്റ്റേറ്റ്മെന്റ് അതെ നോക്കൂ, ഈ RMP ഭരിച്ചിരുന്ന ഈ UDF-ഉമായിട്ട് ചേർന്ന് ഭരിച്ചിരുന്ന ചില പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിൽ ഒഞ്ചിയത്ത്, ഏറാമലയിൽ, അഴിയൂർ അല്ലേ, ഈ പഞ്ചായത്തുകൾ UDF-ഉമായിട്ട് ചേർന്നാണ് ഭരിച്ചിരുന്നത്. അവിടെ ഏത് RMP-യുടെ ഇതിന് ശേഷം RMP-യുടെ സാന്നിധ്യം UDF ആയിട്ട് കുറയുകയും ചേർന്നിട്ട്. അതെ RMP-യുടെ സാന്നിധ്യം കുറയുകയും അവിടെ വർഗീയ കക്ഷികൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന സൂചനകളുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMP എന്ന് പറയുന്ന ഫാക്ടർ ഒരു പൊളിറ്റിക്കൽ സ്പോയിലറാണ് എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അത് UDF-ന് ഗുണം ചെയ്യും, അത് CPM-ന് വിരുദ്ധമായിട്ട് നിൽക്കും. അതാണ് ഞാൻ ആ കണക്കുകൾ പറഞ്ഞത്. ഒരു 80,000 വോട്ട് എഫക്റ്റ് മാറ്റാനുള്ള ശേഷി RMP-ക്ക് അപ്പോഴുമുണ്ട്. കെ രമയെ ഒഴിച്ചു നിർത്തിയാൽ ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനുള്ള ശേഷി പോലും RMP-ക്ക് ഇല്ലതാണ്. പക്ഷെ കെ കെ ശൈലജയുടെ ഒരു പോപ്പുലാരിറ്റി ഘടകമാണ് ഇതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ കെ മുരളീധരനെ മറികടക്കാൻ. അല്ല, അതാണ് ഇനി പൊളിറ്റിക്കൽ ഫൈറ്റ്. ഇനി വരാൻ പാർട്ടിയല്ല ജയിക്കുകയാണെങ്കിൽ കെ കെ ശൈലജയാണ് ജയിക്കുക. അതെ അങ്ങനെ ഇനി വരാൻ പോകുന്ന ഫൈറ്റ് അതാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ മാത്രമല്ല മണ്ഡലത്തിൽ അടിസ്ഥാനമായ ഒരു ഇടതു സ്വഭാവമുണ്ട് സുജയ. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കൽ നമ്മൾ അതിനെ ഒന്നും വലിയ നിലയിൽ പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലെ CPM-ന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ലോക്സഭാ മണ്ഡലം വടകരയാണ്. ചോദിച്ചാൽ വടകരയാണ്. ആ വടകരയിൽ CPM-ന് ശിക്ഷ കൊടുത്തത് തന്നെയാണ് ചന്ദ്രശേഖരൻ വധത്തിൽ. അത് പക്ഷേ ഈ ഒരു ഹൈക്കോടതി വിധിയോടുകൂടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നല്ലാതെ അത് ഇലക്ട്രലായി വീണ്ടും ദോഷം ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാനുള്ള കാരണം പി മോഹനെ മുൻനിർത്തിയുള്ള പഴയ നറേറ്റീവ് ഇനി വിലപ്പോകില്ല എന്നുള്ളതാണ്. 2 CPM-ന്റെ ലോക്കൽ ഏരിയാസ് അംഗങ്ങളെ ഏരിയ സെക്രട്ടറി ഒന്നുമല്ല, ഏരിയ അംഗത്തെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ലോക്കൽ കമ്മിറ്റി അംഗത്തെയും ശിക്ഷിച്ചതിലൂടെ അത് കൂടുതൽ ഹോസ്റ്റൈൽ ആവുകയല്ല ചെയ്യുക. പി മോഹൻ സെക്രട്ടറി ഏരിയ അംഗമാണോ? ഏരിയ കെ കൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം ഞാൻ സെക്രട്ടറി എന്നാണ് ധരിച്ചത്. അല്ലല്ല, ഏരിയ സെക്രട്ടറി ഒന്നും RMP ഈ കേസിൽ പ്രതിയല്ല. മോഹന ശിക്ഷയില്ലാത്ത കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ശിക്ഷ വർദ്ധിപ്പിക്കൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കോടതി. ഇതൊരു ചർച്ചാ വിഷയമാണ്. മണ്ഡലത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചർച്ചാ വിഷയം എന്ന നിലയിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ തിരിച്ചാണ് നറേറ്റീവ് ഉണ്ടാവുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചർച്ച വന്നാലും അത് CPM-നെ പ്രതികൂലമായി ബാധിക്കും. ഇല്ല, അങ്ങനെ ഉണ്ടാകില്ല. ഈ വധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറയുകയും അതിലെ പ്രതികളെ കൈയിഴിഞ്ഞ് സഹായിക്കുകയും ചെയ്ത ചിത്രം മുന്നിലുണ്ട്. കുഞ്ഞനന്ദനെ സ്വീകരിക്കാൻ പോയത് അല്ല, അതല്ലെങ്കിലും ഉണ്ട്. അപ്പൊ പിന്നെ ഇത് ചർച്ച ചെയ്താൽ ആർക്കും ക്ഷീണാവുക? ഹൈക്കോടതി ആ വിധി ചർച്ചയായാൽ CPM-ന് ദോഷമാണ്. TP ചന്ദ്രശേഖരൻ നോക്കൂ, ഇന്നത്തെ പത്രം നോക്കൂ, ദേശാഭിമാനിയിൽ ഒരു വാർത്തയില്ല. പി മോഹനനെ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ പി മോഹനനെ എക്സോണറേറ്റ് ചെയ്തത് CPM ആഘോഷിക്കാൻ തീരുമാനിച്ചെങ്കിൽ ദേശാഭിമാനിയുടെ ആദ്യത്തെ പേജിലുണ്ട്. ദേശാഭിമാനി ഇല്ല, ഒരു വാർത്തയില്ല. അങ്ങനെയല്ല, ഉണ്ട്. എവിടെയാ? പി മോഹനന് എതിരായ ഒരു തെറ്റായ മഹസർ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിയമ നടപടികൾ ഇന്നിപ്പം CPM അതിന്റെ എല്ലാ മൗത്ത് പീസിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈരളി ടിവിയിൽ മാത്രമല്ല, അവരുടെ എല്ലാ നെറ്റ്വർക്കിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക് അരുൺ, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വടകര ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ TP ചന്ദ്രശേഖരൻ്റെ വധം എന്ന് പറയുന്നത് വളരെ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പ്രാദേശിക CPM നേതാവ്, നമ്പർ 1 പ്രാദേശിക CPM നേതാവ് ആരാണ്? പിണറായി വിജയൻ അല്ല, പി മോഹനനാണ്. ആ പി മോഹനനെയാണ് എക്സോണറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പി മോഹനെതിരായിട്ടുള്ള ഈ പറയുന്ന പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള തെറ്റായ മഹസർ തയ്യാറാക്കിയതിലൂടെയാണ് എന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ വിചാരണ നടപടികൾ പോവുകയും ചെയ്യുന്നത് ആ മണ്ഡലം ചർച്ച ചെയ്യും. നോക്കാം, അതല്ലാതെ നമുക്കൊരു മുൻവിധിക്ക് സാധ്യതയില്ല. പക്ഷേ എപ്പോഴും നമ്മളുടെ വോട്ടിംഗ് ഇങ്ങനെയാണ്. വടകരയിൽ ദോഷം ചെയ്യുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3, നോ എന്ന് 1. മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, ശുഭരാത്രി, ഗുഡ് നൈറ്റ്. Meet the editors.